വീട്ടിലുള്ള മാങ്ങയൊക്കെ കഴിഞ്ഞോ? ഇല്ലെങ്കിലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. മാങ്ങൻ്റെ കൂടെ വെറും 2 ഇൻഗ്രീഡിയൻസ് ചേർത്താൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. മാങ്ങ തെര, മാങ്ങ പായ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണിത്. നല്ല ഫ്രഷ് മാംഗോസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇത് അരിച്ചെടുക്കണം, മാങ്ങൻ്റെ നാരൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ സ്റ്റൗവിലേക്ക് വെക്കുക, കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറച്ചൊന്ന് തിക്കായി വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതാ ഇതുപോലെയുള്ള പ്ലേറ്റ്സിൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല തിന്നായിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി എടുത്ത് നേരെ ടെറസിലേക്ക് വന്നതാണ്. ഇനി 2 ദിവസത്തെ വെയിൽ കൊണ്ടാൽ സംഗതി റെഡിയാവും. അങ്ങനെ ഇതാ 2 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ മാങ്ങാത്തേര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ, അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും. കുട്ടികളൊക്കെ ഇതാ ഓരോരോ പ്ലേറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയാണ് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. ബൈ.